യുദ്ധണ്ണ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരോടും സ്നേഹമായിട്ട് സമാധാനമായിട്ട് കഴിയുന്നല്ലേ നല്ലത്? അതെ, അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനെയുള്ളപ്പോ നമ്മളെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കണ്ടേ? അതെ, എന്താണ് ഉദ്ദേശം? അല്ല, പുത്തണ്ണും മൃഗപാലൻ ഡോക്ടറും ഈ വൈരാഗ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ഫ്രണ്ട്സ് ആയിക്കൂടെ? ഞങ്ങൾക്കാ സുമേഷ് ഇങ്ങോട്ട് വന്നാ? ഏയ്, അവൻ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ എത്ര നാൾ ഇങ്ങനെ ശത്രുക്കളെ പോലെ കഴിയുന്നത്? അങ്ങനെ അത് നീ ഓർത്ത് ടെൻഷൻ ആവണ്ടേ. അതല്ല ഉത്തോണ്ണ, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ വെച്ചൊരു ഡീഹൈഡ്രേഷൻ വന്ന് തല ഇറങ്ങി താഴെ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഡോക്ടർ വേണ്ട എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോവാൻ? ഞാൻ ഒരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിച്ചോളാം, അപ്പൊ ഡീഹൈഡ്രേഷൻ വരൂല. എന്തോന്നു ഉത്തോണ്ണ? ഞാനും അയാളും തമ്മിൽ ഇനി ചക്കര ഈച്ചാണെങ്കിൽ പോലും ഇപ്പൊ എൻ്റെ ഇടയിൽ കയറി വന്നാൽ ഞങ്ങൾ തമ്മിൽ തെറ്റും. എൻ്റെ കൊക്കിന് പൾസ് ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോണില്ല. ഇവന്റെ പരിപാടികളും പദ്ധതികളും നീ അവന്റെ സൈഡ് പറയാനൊന്നും വരെയൊന്നും വേണ്ട. ഈ നാട്ടിൽ വേറെ പെമ്പിള്ളേരുണ്ടല്ലോ, അവരെ അടുത്ത് പോയി കറങ്ങാൻ പറ. അതാണ് രസം. അവൻ ഇപ്പൊ ഈ ഷൂ ഉള്ള പെമ്പിള്ളേരെ മാത്രമേ നോക്കുന്നുള്ളൂ. ഷൂ ഇവിടെ ഇപ്പോഴുള്ള എല്ലാ പെമ്പിള്ളേർക്കും ഷൂ ഉണ്ട്. ഷൂ അല്ല, സൂ വെച്ച് പേര് തുടങ്ങുന്ന പെമ്പിള്ളേര്. സുസ്മിത, സുപ്രിയ, സുലേഖ, അങ്ങനെ. അത് കൊള്ളാം. വായി നോക്കിയ എല്ലാവരും കൂടെ ഇങ്ങനെ തുടങ്ങിയ കടുംപിടുത്തം. ഇതെനിക്ക് തന്നെ. അതെ, കുടിക്കട്ടാ? അവിടെ കൊണ്ടുപോയി കുടിക്കുന്ന കളയാൻ കൊണ്ടുപോയതാണോ? എന്താ ഏട്ടത്തി? ഒരു രക്ഷയില്ലടാ, പുള്ളി അമ്പനും വില്ലിനും അടുക്കുന്നില്ല. തൽക്കാലം നീ ഇത് കഴിക്കേ. ചേടാ, ഒരാളെ സ്നേഹിച്ചവന്റെ പേരിൽ പുറത്ത് ഒളിച്ചിരുന്ന് ചോറ് കഴിക്കേണ്ട അവസ്ഥയായിപ്പോയല്ലോ. അയ്യാ, കൂടുതൽ വേദാന്തം പറയല്ലേ, കോഴിച്ചക്ക കഴിക്കേ. ചേട്ടത്തി എന്നെ കണ്ടുകൊണ്ടാന്ന് കാണുന്നേ. മീൻ പൊരിച്ചില്ലേ? അയ്യോ, നിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാനത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. ഇതെങ്കിലും കിട്ടിയല്ലോ ഓർത്ത് നീ സന്തോഷിക്ക്. നീ ഇപ്പൊ ഒരു വഴിയുള്ളടാ, നീ അവളെ അങ്ങ് മറന്നേരെ. നിനക്ക് സൂ വെച്ച് തുടങ്ങുന്ന വേറെ പെമ്പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. ആര് കാരണം കാണിച്ചു തരാന്ന്? സുഖം വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ പെമ്പിള്ളേരെ നോക്കിയതാ. ഇനി ആ പാടുള്ള മറ്റേ സൈക്കോ സുചിത്ര മാത്രമേ ഉള്ളൂ. എടാ, സൈക്കോ എന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നല്ലേ. അവളുടെ ഉള്ളിൽ സ്നേഹിക്കാൻ പറ്റിയൊരു മനസ്സുണ്ടെങ്കിലോ? അയ്യ, ആളെ എവിടെ ചേട്ടത്തി? എനിക്ക് സുസ്മിത മാത്രം മതി. കാരണം എന്ന് വെച്ചാല് അവൾക്ക് നേരെയുള്ള സുന്ദരമായ പല്ലുണ്ട്. അത് ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ല. പല്ലോ? നീ പല്ല് നോക്കിട്ടാണോ പ്രേമിച്ചേ? പ്രേമത്തിന് കണ്ണു മൂക്കും ഇല്ലെന്നല്ലേ ചേട്ടത്തി. അതുകൊണ്ട് പല്ല് വേണം നമ്മൾ നോക്കാൻ. നീ എന്തൊക്കെയാടാ നീ പറയുന്നേ? അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചേട്ടത്തി. സൂയി തുടങ്ങി അടിങ്ങിയ പല്ലുള്ള പെങ്കൊച്ചിനെ കണ്ടാലേ ഞാൻ നോക്കിപ്പോ. കാരണം അതിന്റെ ഒരു വീക്ക്നെസ് ആണ്. പോരാ കറിയൊന്നും. പോടാ. ഡോക്ടറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണ്ട, ഇങ്ങ് വാ. ചേട്ടാ, ഞാൻ പറയുന്നത് ചേട്ടൻ മനസ്സിലാക്കണം. എന്താണ്? സുസ്മിത ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചു പോയി. മൃഗപാലൻ ഡോക്ടറുടെ പെങ്ങളായത് എന്റെ കുറ്റമാണോ? അത് എന്റെ ഹൃദയത്തിന് പറഞ്ഞാൽ മനസ്സിലാവോ? നീ നിന്റെ ഹൃദയത്തിന്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറയണ്ട, ഇങ്ങ് വാ, ഞാൻ പറയട്ടെ. ഇടിക്കാനാണോ? അല്ലടാ, നീ ഇവിടെ ഒന്നിരുന്ന് കഴിക്കണേതിന് അകത്തൊന്നിരുന്ന് കഴിക്കാം. വാ. ചതിക്കാനെങ്ങനാണോ? അല്ലെന്ന് പറഞ്ഞില്ലേ? വാടാ, ഇടി, നീ പറഞ്ഞു മനസ്സിലായി. ഇടിക്കൂലായിക്കോട്ടെ, ചെല്ലേ. ഉള്ളത് തന്നെയല്ലേ. ഞാൻ വാടാ ഇങ്ങോട്ട്, പറയട്ടെ. വാ, ഒരു കാര്യമുണ്ട്. നീ കഴിച്ചോ, നടന്നു കഴിച്ചോ. വാ. പിന്നെ കേറ്. പിന്നെ എന്നെ മൃഗപാലൻ ഡോക്ടർ വിളിച്ചിരുന്നു. ഇരിക്കടാ. സുസ്മിത നിന്റെ കാര്യം പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി പറഞ്ഞെന്ന്. എന്തോന്ന് പറഞ്ഞെന്ന്? നിന്നെ അവർക്ക് ഇഷ്ടമാണെന്ന്. ചേട്ടൻ ചുമ്മാ എനിക്ക് പണിയാരാൻ നോക്കൂല്ലേ? അല്ലടാ, സത്യം. അല്ല, നിങ്ങൾ ഭയങ്കര ശത്രുക്കളല്ലായിരുന്നോ? കൂടപ്പിറപ്പുള്ള കാര്യം വരുമ്പോഴത്തേക്ക് ശത്രുത വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇത്രയും നാള് കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണാടി ലൈറ്റും ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കണ പെണ്ണായിരുന്നു അവളെന്ന്. ആദ്യമായിട്ടാണ് അവർക്ക് ഒരു ചെറുക്കനെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അങ്ങനെ ഒരു പെണ്ണ് സുമേഷിന്റെ മുഖത്തേക്ക് ഇഷ്ടമല്ലെന്ന് പറയത്തില്ല. പിന്നെ അല്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് കല്യാണം ആലോചിച്ച് പെണ്ണെ കണ്ടേ? പെണ്ണ് കാണാനോ? നിങ്ങൾ എന്തിനാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കല്യാണത്തിൽ കയറി പിടിക്കുന്നേ? എടാ, എന്നാലും ഒരു കല്യാണം കഴിക്കണ്ടേ? എന്റെ ചേട്ടാ ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കിയാലല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെറുക്ക ഒരുമാതിരി അഭ്യാസം കാണിക്കരുത് കേട്ടാ. ഇനി നമുക്ക് താല്പര്യമില്ലെന്ന് അവിടെ പോയി പറഞ്ഞാലേ അയാൾ എന്തെങ്കിലും പാര വെച്ച് എന്റെ ജോലി കർപ്പിക്കും. താല്പര്യമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ആലോചിച്ച് നോക്കട്ടെ. അവന് 3-4 ഓപ്ഷൻസ് ഉള്ളതല്ലേ, അതിന് സെലക്ട് ചെയ്യാനായിരിക്കും. നീ സുസ്മിതയെ തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ സുപ്രിയോ? എന്റെ ക്ഷമയെ പരീക്ഷിക്കണം കേട്ടാ. ചേട്ടൻ എന്തിനാണെങ്കിലും ചൂടാവുന്നേ? എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലേ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ അല്ലടാ അവളെ പറയാൻ നടന്നിട്ട് നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞേ. പുറകെ നടന്ന എന്റെ ചേട്ടൻ അങ്ങനെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നേ. പിന്നെ എന്താ ഇഷ്ടമല്ലാന്ന് വിചാരിക്കാം? ഞാൻ
എന്താ പറ, നീ എന്താണ് പറയണത്? ഞാൻ പറയണത് എങ്ങനെ ഒരു പെണ്ണിന് ഇഷ്ടമെന്ന് പറയുന്നേ? എനിക്ക് ആ പെണ്ണിനെ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കാൻ പോണ ആ ചേട്ടാ, അതുകൊണ്ട് ഒരു മേലെ എൻ്റെ ഒരു ഗുണ്ടാശം കാണിക്കില്ല കേട്ടോ. ചൂണ്ടുന്നില്ല എന്റെ എന്തിനാ ഗുണ്ടാശം കാണിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചേട്ടന് ഇഷ്ടമനുസരിച്ച് ഒരു കൊച്ചിനെ സെലക്ട് ചെയ്യാം. ചിലപ്പോ അവളായിരിക്കും, ചിലപ്പോ സുപ്രിയ ആയിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അയ്യോ ചുമ്മാരി അതങ്ങനെ ആയിപ്പോയി, നമുക്ക് അറിയാവുന്നല്ലേ. പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ നാളെ തന്നെ കല്യാണം നടത്തണല്ലോ, സമയം എടുത്തിട്ടല്ലേ കല്യാണം നടത്തുള്ളൂ. സമയം എടുത്തിട്ടൊക്കെ മതി. ഇവ അവക്കുള്ളതാണ്, അവള് എന്നുള്ളതാണെന്ന് പറയണ്ടേ? അതല്ല അതിന്റെ ഒരു കാര്യം. അതിന് സമാധാനപ്പെട്, നമുക്ക് വഴിയുണ്ടാക്കാം. ഒന്നേ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോഴാണ് ആ മൃഗപാലൻ ഡോക്ടർ തങ്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ എനിക്കതല്ല, ഈ ഒരു യോഗ്യതയില്ലാത്ത സുമേഷിനെ ഇത്രയും സ്നേഹത്തോടെ ഇവർ സ്വീകരിക്കണമെങ്കിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്ത് പന്തികേട്? അല്ല, ഇനി ആ പെങ്കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഇടയ്ക്ക് അവള് സ്കൂട്ടറിൽ നിന്ന് കണ്ടാ വീണ, അപ്പം മുൻവശത്തെ പല്ല് പോയി. ഇപ്പൊ വച്ചേക്കുന്ന വെപ്പുവല്ലാണ്. അയ്യോ, എന്റെ ഉത്തോണ്ടാ സുമേഷ് ആ പെണ്ണിന്റെ പുറകെ നടന്നതിനെ ഉള്ള പല്ല് കണ്ടിട്ടാ. നല്ല നേരെയൊത്ത പല്ലാന്നും പറഞ്ഞ്. ആണാ? ആ നിരയുള്ള പല്ല് തന്നെ, വെപ്പ് പല്ല് പിന്നെ നിരയില്ലായിരിക്കൂ. പക്ഷെ അവൻ എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ജന്മം പോയ കല്യാണത്തിന് സമ്മതിക്കില്ല. ആണോ? ഉറപ്പല്ലേ? അയ്യോ, അവ ഇപ്പൊ എന്തായാലും അവള് പറയാനും പോണില്ല, അവൻ എന്തായാലും അറിയാനും പോണില്ല. അറിയാതിരുന്നാ കൊള്ളാം. നീ പറയാതിരുന്നാ മതി. ഞാൻ പറയത്തൊന്നുമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞ് അറിയാതിരുന്നാ മതി. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും പല്ല് നോക്കി സ്നേഹിക്കൂ? അവൻ പറഞ്ഞ ഈ പ്രേമത്തിന് കണ്ണു മൂക്കൂല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പല്ല് നോക്കണമെന്ന്. ഇപ്പൊ നോർമൽ അല്ലേടി? അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായേ? എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവൻ എന്തോ ഒരു തകരാറുണ്ടെന്ന്. എന്നാ കുറ്റം പറയാൻ പറ്റൂല. ചിലര് മുടി നോക്കുന്നു, ചിലര് കണ്ണ് നോക്കുന്നു, ചിലര് ചെവി നോക്കുന്നു, ഈ വായി നോക്കി പല്ല് നോക്കുന്നു. ചെവി നോക്കുന്നോ? ആര്? എന്താ? ഓ, ഞാൻ നിന്റെ ചെവി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടില്ല കല്യാണം കഴിച്ചത്. പിന്നെ പല്ലവി പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ കണ്ണിലും മൂക്കിലൊക്കെ ഞാൻ നോക്കി തുടങ്ങിയത്. അയ്യാ തമാശ. കൊള്ളൂലേ? പൊക്കോടുന്നു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. സത്യം. എടാ ഉത്തമ, ആ വീട്ടുകാരെ പറ്റിയൊക്കെ നീ അന്വേഷിച്ചറിഞ്ഞോടാ? നല്ല നാണോ മാനോ ഉള്ള ഫാമിലി. എല്ലാവർക്കും പാസ്പോർട്ടൊക്കെ ഉണ്ടോ? അയ്യോ, അത് ഞാൻ ചോദിച്ചില്ല. പാസ്പോർട്ട് എന്തിനാ ശിവേട്ടാ? ഗൾഫിൽ പോകാനാണോ? ഗൾഫിലൊന്നും പോകാനല്ല, പിന്നെ ഈ പ്രശ്നക്കാർക്കൊന്നും പാസ്പോർട്ട് കിട്ടൂല. നിനക്ക് അറിഞ്ഞൂടെ? ഷോ, കാഞ്ഞ ബുദ്ധി തന്നെ ശിവേട്ടാ നിങ്ങളുടെ. കണ്ട അപ്പോഴ് സുമേഷിന് പാസ്പോർട്ട് കിട്ടത്തില്ലേ? അത് അച്ഛമ്മ, ഈ അടി പിടി കുത്ത് വഴക്ക് അങ്ങനത്തേനൊക്കെ അല്ലേ പോലീസ് കേസുള്ളൂ. കുത്തിത്തിരിപ്പിന് പോലീസ് കേസില്ല, അതുകൊണ്ട് സുമേഷിന് കിട്ടും പാസ്പോർട്ട്. ഓക്കെ. ചേച്ചി പഠിക്കണേട്ടാ, ചേച്ചിക്ക് എല്ലാം അറിയാം. അച്ഛാ, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാനിപ്പോ ഇതിനകത്തെന്തോ പറയാൻ? അവനെ കെട്ടാ ഒരു പെണ്ണ് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങളെല്ലാം കൂടെ കെട്ടിച്ചു വിടണം. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല അവനിപ്പോ കല്യാണം കഴിയുമെന്ന്. ഇപ്പൊ വേണ്ട, ഒരു 6 മാസം കഴിഞ്ഞിട്ട് മതി. അതല്ല ഏട്ടാ, അവൻ പ്രേമിച്ച് പറ്റിച്ച് കൊതി തീരുമ്പോഴത്തേക്കും വർഷങ്ങളാകും. പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനാ? ഒരു 4-5 വീട്ടിൽ നിന്നും കൂടെ നടന്ന് ഇടി വാങ്ങിക്കാതെ അവന്റെ കൊതു തീരൂല. ഒന്നും മിണ്ടായിടേ. അവ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, അവ സമ്മതിക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല, ഞാനും മൃഗപാലൻ ഡോക്ടറും കൂടെ എന്തെല്ലാം മനക്കോട്ട് കെട്ടിയെന്നറിയാം. മനക്കോട്ടയോ? അപ്പൊ പറഞ്ഞാൽ തീരൂല. ചുമ്മാ ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഈ കല്യാണം നടക്കത്തില്ല. അതെന്ത്? ഞാൻ കണ്ട്. എന്തോന്ന് കണ്ട്? രഹസ്യങ്ങൾ കൈമാറുന്നതിനിടയ്ക്ക് അവള് സർപ്രൈസ് ആയിട്ട് എന്നെ കാണിച്ചു. എന്തോന്ന് കാണിച്ചടാ? മോണ. മോണയോ? നല്ല ചുമതിരിക്കുന്ന മോണ. അതാണോ ഇത്ര വലിയ കാര്യം? ചലിച്ചിരിക്കുമ്പോ മോണ കാണൂല, അതിനെന്നാ? അതെനിക്കും അറിയാം, ഇത് മോണ മാത്രമേ ഉള്ളൂ, പല്ലൊന്നും ഇല്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവനിത് അറിയൂന്ന്. അപ്പൊ അറിഞ്ഞോണ്ടായിരുന്നല്ലേ രണ്ടുപേരും കൂടെ? എങ്ങനെ തോന്നി ചേട്ടാ ഒരു പല്ലില്ലാത്ത പെണ്ണിന്റെ തല കെട്ടിയൊക്കെ? എടാ, ഞാൻ അറിഞ്ഞോ നിനക്ക് പല്ലാണ് വലുതെന്ന്? എടാ, ഇപ്പൊ പല്ലില്ലെങ്കിൽ എന്താ? നല്ല നിരയൊത്ത വെപ്പ് പല്ലില്ലേ? എന്റെ പൊന്നി ഇടത്തി വെപ്പല്ല, നേരെ ഒത്തതല്ലേ? എടാ മോനെ സുബേഷേ, സന്തോഷമുള്ള ദാമ്പത്യത്തിന് പല്ല് വലിയ ഘടകമൊന്നും അല്ലടാ. ഇവിടെ വാ നിറച്ച പല്ലുള്ള ആളുകള് ഡൈവോഴ്സായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുവാ. അതെനിക്കറിയാം. ആ പിള്ളേരെല്ലാം കൂടെ വന്ന് എന്നെ അങ്ങ് ചൊറിഞ്ഞ്. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്ത് എന്റെ ജീവിതത്തിന്റെ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, സുപ്രിയ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെയോടാ? ബാക്കിയുള്ളവരൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോൾ സുപ്രിയ ഉള്ളു. അവളുടെ പല്ലൊക്കെ കറക്റ്റാ, ഇടയ്ക്കൊക്കെ ഒരു വളമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വെപ്പല്ല. എടാ സുസ്മിതേ, നല്ല ഇടിയപ്പം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു മൃഗപാലൻ ഡോക്ടർ. അവളിനി ഇടിയപ്പം അല്ല, ഹൈദരാബാദ് ബിരിയാണി കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചാലും എനിക്ക് സുപ്രിയ മതി. മിക്കവാറും മൃഗപാലൻ ഡോക്ടർ എന്നെ ഗുണ്ടകളെ വിട്ട് തല്ലി.
അത് പറഞ്ഞപ്പോഴാണ് അളിയ ഞാൻ ആലോചിച്ചത്. എൻ്റെ മോനെ മുങ്ങൽ വിധത്തിലാക്കണെ കുറിച്ച് അളിയൻ്റെ അഭിപ്രായം എന്തോന്നു? നല്ലതാണ്, അത് മതി. ചേട്ടാ കൊള്ളൂല്ലേ? കൊള്ളാം. മണം വെച്ച് പിടിക്കൂടെ? നമ്മൾ സ്പ്രേ അടിച്ചേക്കല്ലേ, കുഴപ്പമില്ല. കുറച്ച് സ്പ്രേ കുടിക്കാൻ കൂടെ ചെയ്യായിരുന്നു. അത് അളിയ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുടിച്ചാൽ മതി. എടേ നമ്മൾ ആടുന്നില്ലല്ലോ. അതിന് വേണ്ടി നമ്മൾ കുടിച്ചില്ല അളിയ. എടേ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ കുടിക്കാതെ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നാലും അവള് സംശയത്തോടെ എന്നെ നോക്കിയാൽ ഞാൻ അറിയാതെ ആടിപ്പോവും. അയ്യോ, നാക്കും കുഴയും. എൻ്റെ പൊന്നളിയ പിടി കൊടുക്കൽ കട്ടിക്കണം. എന്റെ ഒരു കുഴപ്പമാണ്. കുഴപ്പമില്ലാതെ കാര്യം. എന്നിട്ട് എന്താ കളകളും ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പറഞ്ഞേ. അതെ, ഒരു പുളകം പറഞ്ഞോടാ, പറഞ്ഞോട്. അക്ഷരം തെറ്റാതെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. കളകളം ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പുളകം പറഞ്ഞോട്. ഞാൻ പറഞ്ഞു. അത് ആന അല്ലറലോടല്ലറ, ആന അലറലോടല്ലറ, അത് പറഞ്ഞു. അത് പറഞ്ഞാ മതി ശിവേട്ടാ. പറ പറ. അളിയ പറഞ്ഞു. അളിയ പറഞ്ഞു. അവൻ പറഞ്ഞല്ല, ഇനിയിപ്പോ എന്താണ്? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ മണപ്പിച്ചു നോക്ക്. വാ. അതെ, വായിക്കകത്ത് ഒരു സ്പ്രേ അടിച്ചിട്ട് വന്നിരിക്കായിരിക്കും. എനിക്ക് നല്ലോണം അറിയാം. അതെ, വായിക്കകത്ത് ഒരു സ്പ്രേ അടിക്കാറുണ്ടോ നിങ്ങള്? എനിക്കറിയാന്ന്. ഞാനോ? അല്ല പിന്നെ ഞാൻ. നമ്മളെ കഷ്ടത്തിലല്ലേ അടിക്കണത്. നാത്തു അവര് നോർമലാണ്, നോക്ക്. നോർമലാണെന്ന് തോന്നുന്നു. ഇടി ഇവരെ കണ്ണ് കണ്ടാൽ അറിയാം. ചുമന്നിരിക്കുന്ന കണ്ടോ? അയ്യോ, അതല്ലേ ചേച്ചി, നമ്മളെ നേരെ കട്ടിലും പിടിച്ച് മോളി കൊണ്ടുവച്ച് എന്നിട്ട് നേരെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് മുജീബ് പറയണം നമ്മളെ പോലെ 2 കൂട്ടുകാരെ പോലെ കിട്ടണമെങ്കിൽ മറ്റേ പുണ്യം ചെയ്യണം. അപ്പൊ അതാ സെന്റിമെന്റ് ഫീലിങ്സ്. തെറ്റി തുപ്പലും തെറിച്ച്. ഇത് മജീദ് അല്ലടാ, ഉബൈദ്. ഇത് അവിടെ പേരെന്താണ്? അതെ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എടുത്ത് നീ സുമേഷിനെ വിളിച്ചിട്ട് കുപ്പി എടുക്കാൻ പറ. അത് ശരി, അതുവരെ എത്തിയാ? കുപ്പിയൊക്കെ കുപ്പി വാളിയാ. നിങ്ങൾക്ക് കുടിക്കാനല്ല, ഞങ്ങൾക്ക് കുടിക്കാൻ. നിങ്ങൾക്ക് കുടിക്കാൻ? ഇനി തൊട്ട് ഈ വീട്ടിൽ നിങ്ങൾ എന്ന് കുടിച്ചിട്ട് വരുന്നോ അന്നൊക്കെ ഞങ്ങളും കുടിക്കും. പടി ചേച്ചി, അതിന്റെ ആവശ്യമുണ്ടോ? അയ്യോ, സോഡ വാങ്ങണ്ടേ? ഇതേ പെണ്ണെ, നീ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള പരിപാടിയാണോ? അതുകൊണ്ടല്ലേ ഈ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോഡയൊക്കെ വെക്കുന്നത്. സോഡ ഒന്നും വേണ്ട, വെള്ളം മതി. അപ്പൊ ഐസോ? ഇത് ഒറ്റ കുത്തി ഞാൻ വെച്ചിരുന്നു കേട്ടോ. എടി പെണ്ണെ, നമ്മൾ കെട്ടിയോന്മാരുടെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുടിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇത് പതിവാക്കാനല്ല. അല്ല, അതെനിക്കറിയാം. പക്ഷെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെതായ അച്ചടക്കത്തിലും രീതിയിലും ചെയ്യണമെന്നാണല്ലോ. എന്റെ കൊച്ചെ, ഇവിടെ ഈ ഫ്രിഡ്ജും കറണ്ടും ഒന്നും ഇല്ലാത്ത എത്രയോ പാവങ്ങൾ കള്ളു കുടിക്കുന്നു. നമുക്ക് വെള്ളം മതി. വെള്ളം മതി. അപ്പൊ കോഴിക്കാലും വേണ്ടല്ലേ? ഐ മീൻ ടച്ചിങ്സ്. ടച്ചിങ്സ് വേണം. ടച്ചിങ്സ് ഫസ്റ്റ് അല്ലേ? അത് സുമേഷ് എന്തെങ്കിലും മേടിക്കുമായിരിക്കും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാം. ഓക്കെ. അടിപൊളി. ആക്രാന്തം കാണിക്കല്. ഞാൻ പറയുന്നതിനൊക്കെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാവും. നീ കോഴിക്കാവൊന്നും മേടിച്ചില്ലടാ? ടച്ചിങ്സ് 500 തന്നിട്ട് 510 രൂപ സാധനത്തിന് 10 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടുക്കളയിൽ നല്ല മെഴുക്കുരുട്ടി ഉണ്ടോ നോക്കും. അയ്യേ, മെഴുക്കുരുട്ടിയോ? എന്നാ കുറച്ച് മിച്ചർ 3 ഗ്ലാസ് എടുത്തു. ശരി. എടി ഗ്ലാസ് എടുക്കാൻ വരട്ടെ. നീ ആദ്യം പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടോ. അതെന്തിനാ? എടാ, പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര അലമ്പ് കാണിക്കാൻ പറ്റില്ല. അതിനെയൊക്കെ എല്ലാം കൂടെ പിടിച്ച് റൂമിലാണ് പൂട്ടിയിട്ടാ പോരെ? ഒന്നും ശരിയാവത്തില്ല. നീ കൊണ്ടുവിട്ടോ, വേഗം വിട്ടിട്ട് വാ. പെട്ടെന്ന് പോയി വിട്ടിട്ട് വാടാ. ഫ്ലോ എങ്ങ് പോയല്ലേ. ഞങ്ങൾ റെഡിയായി. ചിറ്റപ്പ വന്നാ എന്താ ഇവിടെ എല്ലാവർക്കും ഒരു കള്ള ലക്ഷണം? അതിവനൊരു കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ നുണ മാത്രമല്ലേ പറയത്തുള്ളൂ. നമുക്ക് പോവാം. പെട്ടെന്ന് ആയിക്കോട്ടെ. അമ്മയും കൂടെ വരേണ്ടതായിരുന്നു. അത് മക്കളെ വിളിക്കാൻ വേണ്ടിട്ട് അമ്മ വരും കേട്ടോ. അതുപോലെ ഞാൻ വരുന്നതിനെ തുടങ്ങിയാ എന്ത് തുടങ്ങാൻ? ഈ നുണ പറച്ചില്ലേ, ഞാൻ ഇല്ലാതെ സദസ്സിൽ നുണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വാ, നമുക്ക് പോവാം. ശരി. എടാ, നീ നോക്കണ്ട, നീ വന്നിട്ട് ഞങ്ങൾ നുണ പറഞ്ഞ് തുടങ്ങും. വാ വാ വാ. ശരി, ടാറ്റാ, ബൈ. സുമേഷ്, അളിയനോ? എടാ, ഇത് ഞാനാടാ. ചേട്ടത്തിയായിരുന്നോ? ചേട്ടത്തി ആണായി പറഞ്ഞ പോലെ. അതെന്താടാ പെണ്ണുക്ക് മുണ്ടെടുത്ത് എന്താണ് കുഴപ്പം? അത് ശരിയാ, ഞാനങ്ങ് മറന്നുപോയി. വെള്ളം അടിച്ച എന്തായാലും ഷർട്ട് കൊണ്ട് കൊടുക്കാം. നിന്റെ ചേട്ടനെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇടിച്ച് ലെവലാക്കാനാണോ? ലെവലാക്കും.
ഇവിടെ ഭയങ്കര ഇന്ത്യയാണോ സുമേഷേ? റൂമില് അടിച്ച് ഓഫ് ഉറങ്ങുന്നു. ഉറങ്ങിയോ? പൈങ്കിളി, എടി പൈങ്കിളി, എന്താടി? എന്തോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പാടില്ല. ഊഞ്ഞാലയുടെ കുറ്റബോധം മാറുവാ. നീ എനിക്ക് ഉറങ്ങണം. വാടി, നമുക്ക് ഊഞ്ഞാലാടാടി. വാടി എടി, വാടി, നമുക്ക് ഊഞ്ഞാലാടിയാൽ നമ്മുടെ എല്ലാ സങ്കടവും പോകും. സുമേഷേ, ഇത് നേരെ നടക്ക, നമ്മള് നേരെ നടക്കണം. നമ്മള് നേരെ നടക്കണം. എന്താടി? എന്റെ അച്ഛനും എന്നെ പറ്റി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ കള്ളം കുടിച്ച് ഇങ്ങനെ. എടി, നിന്നെ കുറിച്ച് ആർക്കൊരു സ്വപ്നമില്ല. ഒരു സ്വപ്നം എന്നെ കുറിച്ച് സ്വപ്നമില്ലേ? ഇല്ല. എന്നെ കുറിച്ച് സ്വപ്നം ഇല്ലാത്ത. അയ്യോ, അച്ഛന്റെ അവളുടെ സ്വപ്നം എല്ലാം ഞാൻ തെറ്റിച്ചു. കരണ്ടായത് സന്തോഷിക്കില്ലേ? പറഞ്ഞു കൊടുക്കടാ. കരണ്ടാ. നീ ഊഞ്ഞാലാട്, നീ ഊഞ്ഞാലാട്. എടാ, നമുക്ക് ഇവിടെ ഊഞ്ഞാലാട്ടാടാ. എടാ, ആട്ടറാ. എടാ, ഞാനും കൂടെ. എടാ, ഞാനും കൂടെ. എടാ, ഞാനും കൂടെ. എടാ, ആട്ടിക്കോ. ആട്ടറാ. എടാ, ആ പാട്ട് പാടറാ. എടാ, ആടാടും നീ ആടാട്. എനിക്ക് അച്ഛൻ കൊച്ചിനെ പാടി തന്നു. അച്ഛന്റെ സ്വപ്നം ഞാൻ തെറ്റിച്ചു. എന്റെ നിഷ്കളങ്കത പോയി. എടി, നിനക്കിപ്പോ ഒരു കൊച്ചുണ്ട്. അയ്യോ, എന്റെ കണ്ണൻ എന്നെ പറ്റി അയ്യോ. എനിക്കിപ്പോ കണ്ണനെ കാണണം. എനിക്കിപ്പോ കണ്ണനെ കാണണം. എനിക്ക് കണ്ണനോട് പറയണം. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ. അടുത്ത് വെച്ചിട്ട് എന്റെ ഷർട്ട് എടുത്തിട്ടെ. എന്നെ വരയ്ക്കാൻ വന്നോണ്ടല്ലോ കൂമ്പിടിച്ച വാട്ടിക്കളയും. എന്താന്നടേ ഇത്? ഇടിച്ച് മൂക്കിന്റെ പാലം പൊളി കിടന്നേ. ഇറങ്ങാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. നീ എന്താണ് കയറണത് പൈങ്കളി? അവള് കരഞ്ഞു പറഞ്ഞു. ഇല്ല, നീ കരഞ്ഞിട്ടില്ല. തറ പരിപാടി. ആ, നിങ്ങൾ കാണിക്കുമ്പോ അന്തസ്സുള്ള പരിപാടി, നമ്മൾ കാണിക്കുമ്പോ തരം പരിപാടി. എന്റെ ചേച്ചി ഇതൊന്നും നിർത്ത്. നമ്മൾ ഇനി കുടിക്കൂല. എന്റെ മാമനാണ് സത്യം. ആണുങ്ങളുടെ അളിയാ വായി നുള്ളന്നുണ്ടിരിക്കാതെ. ആര് വാൽ നിർന്നുകൊണ്ടിരിക്കണ്? ഇടും. അച്ഛനാണ് കുടിക്കൂല. ദൈവത്തോർത്തെങ്കിലും ചെയ്യല്ലേ. എന്നെ വരയ്ക്കാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്തുവാണ് ഇവിടെ ഒരു ബഹളം? ഞാൻ കള്ളു പിടിച്ച കള്ളു എന്നെ വെറുക്കരുത് അച്ഛാ. എന്നെ വെറുക്കരുത് അമ്മ. നോ, കീഴടങ്ങരുത്. കീഴടങ്ങരുത്. ആ സാധനം ചെയ്തേ. അതിന്റെ ഇടയിൽ എന്താന്ന് വെച്ചാ ഇടാ, അത് ഞാൻ അവനെ ശാസിക്കാൻ ചോദിച്ചത് അല്ലാതെ ഞാൻ. അമ്മ എവിടെ? അച്ഛമ്മ ചെറുത് രണ്ടെണ്ണം അടിച്ചേർന്ന് ഉറങ്ങുന്നു. എന്റെ ദൈവം, ഇവിടെ എന്താണ് ഇവിടെ നടക്കണത്? അപ്പൊ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഇപ്പൊ ഡീസന്റ്. അപ്പൊ പിന്നെ ഞാനോ? നിങ്ങക്ക് കിട്ടാഞ്ഞിട്ടല്ലേ? നീ അച്ഛമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്തല്ലേ? അച്ഛമ്മ ഒരു ഗ്ലാസ് കഴിക്കൊണ്ട് വന്നു. അപ്പൊ നീ ഒഴിച്ചു കൊടുക്കാമോ? അപ്പൊ ഞാൻ കൊടുക്കും. ഞാൻ കൊടുത്ത് അച്ഛൻ പറഞ്ഞു പോയി. നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല. പോയി കിടന്നുറങ്ങും പോ. ഞാൻ പറഞ്ഞെ ഭരിക്കാൻ വരരുതാ. ജഡത്തെ അത് ഭരിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അളിയൻ കാല് പിടിച്ച് പറഞ്ഞാണ് അപേക്ഷ. അപേക്ഷ നിന്നെ വാങ്ങാതെ ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട്. അച്ഛൻ്റെ മോൾ ഇങ്ങോട്ട് വാ.
ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വലിച്ച് കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നട. എന്റെ കാലിൽ പിടിച്ച് വാ വാ കളിത്തരി ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. എന്നെ ഭരിക്കാൻ വരല്ലേ വെറുതെ വെറുതെ ഈ എന്തൊരു വെറുപ്പിക്കലാണിത്. പുല്ല് കുടിക്കണ്ടായിരുന്നു. നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. സന്തോഷമായല്ലോ. സന്തോഷമായല്ലോ. ആട്ടിത്തരും നാണമില്ല. ആട്ടിത്താ ആട്ടിത്തരാ. അമ്മ ആട്ടിത്താ കീറ് വിളിച്ചു തരും ഞാൻ.